ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഗെറ്റ് റെഡി വിത്ത് മീ ആണ്. അപ്പോൾ ആദ്യം തന്നെ ഡ്രസ്സ് ഇട്ടു. പിന്നെ മേക്കപ്പ് തുടങ്ങുന്നതിന് പിന്നെ സ്കിൻ കെയർ ഒക്കെ ചെയ്യണമല്ലോ. അപ്പോൾ ഞാൻ അക്വാലോജിക്കയുടെ വൈറ്റമിൻ സിയുടെ ഒരു സെറാണ് യൂസ് ചെയ്യുന്നത്. ഇത്ര നാളെ ഞാൻ അക്വാലോജിക്കയുടെ മോയ്സ്ചറൈസറും സൺസ്ക്രീനും എല്ലാം അത് തന്നെയായിരുന്നു. പക്ഷേ എൻ്റെ തീർന്നു പോയതുകൊണ്ട് എനിക്ക് മേടിക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ അജുവിൻ്റെ നൈസായിട്ട് മോയ്സ്ചറൈസർ കട്ടെടുത്ത് പോൺസ് ആയിരുന്നു കേട്ടോ, അതൊക്കെ തേച്ച് നന്നായി മിനുക്കിയിട്ടുണ്ട്. അടുത്തതായി നമ്മുടെ ഡാസ്ലേഴ്സിൻ്റെ കോമ്പാക്ട് പൗഡർ കേട്ടോ ഞാൻ യൂസ് ചെയ്യുന്നത്. കാരണം എനിക്കിങ്ങനെ സ്റ്റിക്കി ആയിട്ടിരിക്കുന്ന ഇഷ്ടമല്ല. ഞാനപ്പോൾ അതൊന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കോമ്പാക്ട് പൗഡർ യൂസ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് എൻ്റെ ഫേവറേറ്റ് ആണ്. കാരണം എനിക്ക് കുറച്ച് ഡാർക്ക് സർക്കിൾസ് ഉള്ളതുകൊണ്ട് നമ്മൾ ഈ കണ്ണ് എഴുതുമ്പോഴത്തേക്കും എടുത്ത് നിൽക്കാൻ വേണ്ടിയിട്ട് ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നത് ഈ ഐ ഷാഡോ പാലറ്റാണ്. എനിക്ക് ഭയങ്കര വൺ ഓഫ് ദ ഫേവറേറ്റ് ഐ ഷാഡോ പാലറ്റാണ്. പക്ഷേ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല, താഴത്ത് വീണ് പൊട്ടിയിട്ടുണ്ട്. പക്ഷേ എന്നാലും ഞാൻ അത് യൂസ് ചെയ്തിട്ട് ഹൈലൈറ്റ് ഒക്കെ ചെയ്തിട്ട് ഒരു സിമ്മർ ബ്രൗൺ ആട്ടോ ഞാൻ ഐ ഷാഡോ ഷെയ്ഡ് കൊടുത്തത്. അത് ചെയ്തുകൊണ്ടിരിക്കുന്ന വഴിയാണ് അജന സൈഡിൽ നിന്ന് വന്നത്. അപ്പം അവളെ ഞാൻ കുറച്ചൊക്കെ റെഡിയാക്കി എന്നൊക്കെ പറയാനില്ല, കയറി വന്നു. നെക്സ്റ്റ് ഞാൻ കണ്ണ് എഴുതാനായിട്ട് മിനിസോയിൽ നിന്ന് മേടിച്ച ഒരു ഐലൈനറാണ്. ആക്ച്വലി ഇത് നൈസ് ആട്ടോ, അത് വാട്ടർ പ്രൂഫുമാണ്. അടുത്തത് നമ്മൾ മാമാഅർത്തിൻ്റെ ഒരു മസ്കാര ആട്ടോ എടുത്തത്. ഇത് ഞാൻ കുറേ നാളായിട്ട് യൂസ് ചെയ്യുന്നത്, നല്ല വോളിയം തോന്നിക്കുക അത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ. അടുത്തത് മാമാഅർത്തിൻ്റെ തന്നെ ഞാനൊരു കൺസീലർ എടുത്ത് എൻ്റെ ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ ഒന്ന് ഞാൻ കൺസീൽ ചെയ്യുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഇത് എൻ്റെ ഷെയ്ഡാന്ന് പോലെ എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ പിന്നെ ഒരു ഗമയ്ക്ക് എടുത്തത് എൻ്റെ കയ്യിലുമുണ്ട് കൺസീലർ എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. ബ്ലെൻഡ് ചെയ്യാൻ വേണ്ടി ഞാൻ ബ്ലെൻഡർ യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ കണ്ടോ, നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും അത് പിഗ്മെൻറ്റല്ല ഡാർക്ക് സ്പോട്ട്സ് ഒന്നും പോകുന്നില്ല. കാരണം ചിലപ്പോൾ എൻ്റെ ടോൺ അല്ലാത്തതുകൊണ്ടായിരിക്കാം. അപ്പം നിങ്ങളുടെ ടോൺ അനുസരിച്ച് നിങ്ങൾ മേടിക്കാം. അത് കഴിഞ്ഞാൽ ഇൻസൈറ്റിൻ്റെ ഒരു ഹൈലൈറ്റർ എടുത്തിട്ടുണ്ട് ഞാൻ. അതിൻ്റെ 2 ചീക്സിലും അതിൻ്റെ ഇടഭാഗത്തൊക്കെ ആയിട്ട് ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ട്. പിന്നെ മൂക്കിലും അപ്ലൈ ചെയ്തിട്ടുണ്ട്. പിന്നെ കണ്ണിൻ്റെയും പുരത്തിൻ്റെയും ഇടഭാഗത്തായിട്ട് ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ട്. കാരണം ഇങ്ങനെയൊക്കെ ഇവിടെയൊക്കെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നാണ് ഞാൻ വീഡിയോസിലൊക്കെ കണ്ടിരിക്കുന്നത്. പിന്നെ വെയിലത്തൊക്കെ ഇറങ്ങുമ്പോൾ കുറച്ച് വെട്ടി തിളങ്ങണമല്ലോ ഞാൻ ദൂരെ നിൽക്കുമ്പോഴേ. അങ്ങനെ കണ്ട് ഞാൻ കരഞ്ഞ് മുറിച്ച് എല്ലായിടത്തും അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഞാൻ അടുത്ത് മുടിയാണ് ഗൈസ്. രാവിലെ മെയിൽ കഴുകുന്ന വഴി തലയുടെ ഭാഗത്ത് എവിടേക്കും ആയിട്ട് നനഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഞാനൊന്ന് ഉണക്കി സ്ട്രെയിറ്റൻ ചെയ്യാൻ പോകണം. പക്ഷേ നിങ്ങൾ എൻ്റെ വിഷമം മനസ്സിലാക്കണം. എത്ര സ്ട്രെയിറ്റ് ചെയ്താലും സത്യസായി ബാബ ഇരിക്കണ പോലെ അത് എങ്ങനെ ഇരിക്കുകയുള്ളൂ എത്ര ചെയ്താലും. പിന്നെ എൻ്റെ ഒരു ആശ്വാസത്തിൽ ഞാൻ സ്ട്രെയിറ്റ് ചെയ്തെന്ന് പറഞ്ഞ് അങ്ങ് സമാധാനിക്കുകയാണ്. പിന്നെ ആസ് യൂഷ്വൽ ഞാൻ എൻ്റെ രീതി തന്നെ മുടിയിട്ടി. ഇങ്ങനെ ഞാൻ ഷോർട്ട് ഹെയർ ആക്കി കഴിഞ്ഞാൽ എപ്പോഴും ഞാൻ അങ്ങനെ തന്നെയാണ് മുടി കെട്ടുന്നത്. എന്നാലും അവസാനം എൻ്റെ വേറൊരു ഹെയർ സ്റ്റൈൽ വരും. അത് നിങ്ങൾ വീഡിയോ അവസാനം വരെ കാണണം കേട്ടോ. അങ്ങനെ അജുവൊക്കെ വന്ന് കുറച്ച് നേരം അജുവായിട്ട് സൊള്ളി മുടിയൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്തു. ഇനി അടുത്തത് ഞാൻ കണ്ണെഴുതാൻ പോകണം. ഇതെനിക്ക് എപ്പോഴും ഞാൻ ചെയ്യുന്നതാണ്. കണ്ണിൻ്റെ അകഭാഗം പൊളത്തിയിട്ട് അതിനകത്ത് എഴുതുക. അത് കഴിഞ്ഞ് ഞാനൊരു പുരുവൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, ഒന്ന് സെറ്റപ്പായിട്ടിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഒന്നും നോക്കില്ല ഗൈസ്, എൻ്റെ ആഭരണപ്പെട്ടി എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരപ്പര നോക്കി കമ്മലൊക്കെ എനിക്ക് ചേരുന്നുണ്ടെന്ന്. പക്ഷേ സത്യം പറയല്ലോ, മുടി വെട്ടി ചെറുതാക്കി പിന്നെ വലിയ കമ്മലൊന്നും എനിക്ക് ചേരുന്നില്ല. അങ്ങനെ തപ്പുന്നതിൻ്റെ ഇടയിൽ അജു വന്നു എങ്ങനെയുണ്ടെന്നൊക്കെ ചോദിച്ച് അവസാനം അവൾക്ക് എൻ്റെ അപ്പീൽ തന്നാലേ ഉള്ളൂ, അവൾക്ക് സമാധാനമാകത്തുള്ളൂ. അപ്പം ഞാൻ കൊള്ളാമെന്നൊക്കെ പറഞ്ഞ് കുറേയൊക്കെ സെറ്റ് ചെയ്തൊക്കെ കൊടുത്തു. അവസാനം ഒരു മരണം വന്നു ഗൈസ്. അല്ലെങ്കിലും ഇങ്ങനെയാണല്ലോ, നമ്മൾ എവിടെയെങ്കിലൊക്കെ പോകാൻ നിൽക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ പണി കിട്ടണമല്ലോ. അങ്ങനെ പണിയാണെന്ന് മനസ്സിലാക്കി ഞാൻ നേരെ അജുൻ്റെ വെച്ച് കൊടുത്തു. സാവധാനം എടുത്ത് ഒന്ന് സെറ്റ് ചെയ്ത് വെക്കണം. ആ സമയം കൊണ്ട് ഞാൻ വളയും മാലയും എല്ലാം ഇടാമെന്ന് വിചാരിച്ചു. ഈ കാണുന്ന വള കല്യാൺ സിൽസിൽ അർജുൻ്റെ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോയപ്പോൾ ഫ്രീ ആയിട്ട് ബക്രീദിൻ്റെ പരിപാടിയായിരുന്നു, എനിക്ക് കിട്ടിയതാണ്. അപ്പം അത് ഇട്ട് നേരെ എൻ്റെ വാച്ചൊക്കെ കെട്ടി. അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ ഫേവറേറ്റ് സാധനം എടുത്തു ഗൈസ്. എന്താണെന്നൊക്കെ മോതിരം. ഇതെനിക്ക് എൻ്റെ ഫ്രണ്ട് ഗിഫ്റ്റ് ചെയ്താണ് ഒരു 3 years ബാക്ക്. അപ്പം ഞാൻ അതൊക്കെ ഇട്ട് ഞാൻ സൂക്ഷിച്ച് ഭദ്രമായിട്ട് പെട്ടിക്കകത്തൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. മോതിരം ഇതുവരെ ഇട്ടിട്ട് പോലും ഇല്ല ഗൈസ്, അന്ന് ഇട്ടതാണ്. പിന്നെ വലിയ കമ്മലൊക്കെ ഞാൻ ഉപേക്ഷിച്ച് ഞാൻ അജുവിൻ്റെ ഒരു റിങ് എടുത്തിട്ടുണ്ട് ഗൈസ്. അങ്ങനെയാണല്ലോ സ്വന്തമായിട്ടുണ്ടെങ്കിലും മറ്റുള്ളവരെ ഇടുമ്പോൾ ഭയങ്കര ഒരു സന്തോഷം. ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയ പണിയാന്ന് പറഞ്ഞത് അജു ഇടുന്നത് എണ്ണി പുറക്കുന്നുണ്ട്. പിന്നെ എത്ര ഒരുങ്ങിയിട്ട് എന്താ ഒരു മെനവയ്ക്കാത്തതെന്ന് ആലോചിച്ചപ്പോഴാണ് നമ്മുടെ മെയിൻ സാധനം ഇട്ടില്ല എന്ന് അറിഞ്ഞത്. ലിപ്സ്റ്റിക്ക്. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും അത് തോണ്ടി ഒരു പരുവായി. ഞാൻ വലിയ ലിപ്സ്റ്റിക് അടിച്ചില്ല, പക്ഷേ ഞാൻ ഈ ഒരെണ്ണം മാത്രമേ ഞാൻ എപ്പോഴും ഇടത്തുള്ളൂ. അത് ഞാൻ ഇടാൻ തുടങ്ങിയത് നമ്മുടെ പെരവാസ്തോലി വീഡിയോ കണ്ടിട്ടില്ലാത്തവരെ കാണാൻ അന്നോട്ടാണ് ഞാൻ ഇടാൻ തുടങ്ങിയത്. അപ്പം ഞാൻ അതിട്ടു. പിന്നെ അത് ഡാസ്ലേഴ്സിൻ്റെ ആയിരുന്നു കേട്ടോ. ഇത് സുഡിയോയിൽ നിന്ന് മേടിച്ച ഒരു ന്യൂഡ് ഷെയ്ഡാണ് കേട്ടോ ഞാൻ ഇടുന്നത്. അപ്പോൾ ഇതും കൂടെ ഞാൻ മിക്സ് ചെയ്തിട്ടാണ് ഇടുന്നത്. അടുത്തായി ഞാൻ ഒരു പൊട്ട് വെച്ചു. പൊട്ട് ഞാൻ സാധാരണ വെള്ളപ്പൊട്ടിന് വെക്കാറില്ല, കറുത്ത പൊട്ടാണ് വെക്കാറ്. പക്ഷേ അതിട്ടിട്ട് ഒരു മന്ദബുദ്ധി കൊച്ചിന് ലുക്ക് ഉണ്ടെന്ന് അജു പറഞ്ഞു. അപ്പം പിന്നെ ഞാൻ അത് മാറ്റി വെള്ളം തന്നെ വെച്ചു. ഞാൻ ഇത്ര പൊക്കി വെക്കാൻ കാരണം കണ്ണാടി വെക്കുന്നുണ്ട് പോകും കേട്ടോ. അത് കഴിഞ്ഞ് ഞാൻ ഒരു ഷോൾ ഇട്ടു. ഇതിൻ്റെ തന്നെ ഷോളാണ്, പക്ഷേ എങ്ങനെ ഇട്ടിട്ട് ഒരു മെന വരുന്നില്ലല്ലോ എന്ന് വെച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടു. അവസാനം ഇങ്ങനെ തന്നെ ഇട്ട്. എങ്ങനെയുണ്ട് ഗായ്സ്, സൂപ്പർ അല്ലേ? അതാ ഇങ്ങനെ തന്നെ അവസാനം ഞാൻ കെട്ടുള്ളൂ എന്ന് എനിക്കും അറിയാം, കൂടെ ഉള്ളവർക്കും അറിയാം, നിങ്ങൾക്കും അറിയായിരിക്കും. കാരണം ഞാൻ എപ്പോഴും ഇങ്ങനെ തന്നെ ആയിരിക്കും കിട്ടുന്നത്. എന്നാക്കും ഒരുങ്ങി എന്ന് പറഞ്ഞാലും ഇങ്ങനെ മുടി കെട്ടികൾ പോലെ ഒരു സമാധാനമുള്ളൂ. അപ്പം ഇന്ന് ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ കല്യാണത്തിന് പോകണം. ആ വീഡിയോ എന്തായാലും വരും, നിങ്ങൾ കാണാൻ മറക്കരുത്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ഞാൻ മാല ഇട്ടിട്ടുണ്ട്. ഇന്നത്തേക്ക് അത്രയുള്ളൂ ഗൈസ്. ഓക്കെ ബൈ.